യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ പഴയപീടിയിൽ അച്ഛ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് എത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ഫാദർ മാത്യു ഉണ്ടകിലച്ചൻ, കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി, അതുപോലെ തന്നെ നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥിയും ഉപാസനയുടെ ഡയറക്ടറുമായ പ്രിൻസ് പരത്തനാലച്ചൻ, നമ്മുടെ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാജി തങ്കപ്പൻ, ബഹുമാനപ്പെട്ട ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ ടിസി ടീച്ചർ, LP സ്കൂളിലെ അതുപോലെ വിരമിക്കുന്ന 32 വർഷത്തെ സേവനത്തിന് ശേഷം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ സിമി ടീച്ചർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഹൈസ്കൂളിൻ്റെ 69ാമത്, LP സ്കൂളിൻ്റെ 87ാമതും സ്കൂൾ വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരു സ്കൂൾ വാർഷികം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ, ആ പ്രദേശത്തിൻ്റെ ഉത്സവമാണ്. പണ്ടൊക്കെ സ്കൂൾ വാർഷികം, അതുപോലെ പള്ളിത്തിരുന്നാൾ, അമ്പല ഉത്സവമൊക്കെയാണ് ആ നാടിൻ്റെ, ആ ഗ്രാമത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഈ സ്കൂള്, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ 10,000, 1,500 ഒക്കെ വിദ്യാർത്ഥികളുണ്ടായിരുന്ന ഈ സ്കൂളിൽ ഇന്ന് 100 ചില്ലാനം വിദ്യാർത്ഥികൾ മാത്രമുള്ള ഈ സ്കൂളിലെ കലാ കായിക രംഗത്തും പഠന രംഗത്തും ഉള്ള മികവുകളെ പറ്റി നമ്മുടെ ഈ റിപ്പോർട്ടിൽ വായിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തിൽ, വളരെ ആത്മാർത്ഥമായ ചാരിതാർത്ഥ്യമാണ് എനിക്ക് ആ അവസരത്തിൽ ഉണ്ടായത്. അതൊക്കെ നമ്മുടെ ഈ അധ്യാപകരുടെ, ഇവിടെയുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനവും പിള്ളേരുടെ കഠിനാധ്വാനവും രക്ഷകർത്താക്കളുടെയൊക്കെ പരിശ്രമവുമാണ് ഇന്ന് ഈ സ്കൂളിനെ ഈ നിലയിലേക്ക് 100% വിജയത്തിലേക്ക് എത്തിച്ച് ഇരിക്കുന്നത് എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് എല്ലാവരും ഇവിടെ ബർത്തനാലച്ച പറഞ്ഞതുപോലെ CSP ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ഒക്കെ സിലബസ് തെരഞ്ഞു പിടിച്ചതിലേക്ക് പോകുമ്പോൾ ഈ മലയാളം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്രമാത്രം കഴിവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ, ജില്ലാ തലത്തിൽ ഒക്കെ നമുക്ക് ഇവിടെ അവാർഡുകൾ കൈവരിച്ചു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ കുട്ടികളെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിന്ന് ഇവിടെ മിക്ക ദിവസവും ഇവിടെ വരുന്നുണ്ട്. ഈ ഭൗതികമായ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോൾ നല്ല ചിട്ടയായ പ്രവർത്തനവും നല്ല ചിട്ടയായ പഠനവും പഠിപ്പീരും പിള്ളേരുടെയൊക്കെ നല്ല വിദ്യാഭ്യാസ മേഖലയിൽ എത്തിക്കുന്നതിനൊക്കെ അധ്യാപകർ കൂട്ടായ ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് താഴത്തെ LP സ്കൂളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ സിമി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് നമുക്ക് കാണുന്നത്. ഇപ്പം 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സമയത്തും ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചു. വളരെ ഒരു ഇതുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ആണ് ടീച്ചറിൻ്റെ വർത്തമാനം കാര്യം. കാരണം ഈ 32 വർഷക്കാലവും തൻ്റെ ആത്മാർത്ഥമായ പഠന കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അതാണ് ടീച്ചറിൻ്റെ ഇന്ന് മനസ്സിലും നിലനിൽക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്കൂളിലെ വാർഷികത്തിന് എല്ലാവിധ ഭാവങ്ങളും കൂടുതൽ ആശംസിക്കുന്നു.
അതോടൊപ്പം തന്നെ ടീച്ചർ ഈ വിരമിക്കുമ്പോൾ ഇനി ഈ 32 വർഷത്തെ സേവനത്തിന് ശേഷം ഈ ഇത്രയും കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ സഹപാഠികളിൽ നിന്നൊക്കെ മാറി വീടിൻ്റെ ഭരണം വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാമൂഹ്യ രംഗത്തും ഒക്കെ നാടിനു വേണ്ടി തൻ്റെ ഗ്രാമത്തിന് വേണ്ടി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടാത്ത ഒരു മഹത്വം എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ചെയ്ത ഒരു അധ്യാപകനെ കാണുമ്പോൾ തന്നെ പഠിപ്പിച്ച ശിഷ്യന്മാർ കാണുമ്പോൾ ആ ബഹുമാനിക്കുന്നു എന്നുള്ളത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മഹത്വമാണ്. അവരുടെ സംതൃപ്തി എന്ന് പറയുന്നത് ടീച്ചറെ എന്ന് വിളിച്ച് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളൊക്കെ ടീച്ചറെ എന്ന് വിളിച്ച് വളരെ ബഹുമാനിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തി ഒരു ഇത് കിട്ടുകയാണ്. അത് അധ്യാപകർക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം കിട്ടുന്ന ഒരു ബഹുമതിയാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി LP സ്കൂളിലെ പ്രൊഫഷൻസി വിതരണമാണ്. അതിനായി നമ്മുടെ വാർഡ് മെമ്പർ AJ മാനുവൽ ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.